നെന്മാറയിൽ വീണ്ടും മാലിന്യം നിറയുന്നു. വില്ലേജ് ഓഫീസ് മുതലാണ് മാലിന്യ കൂമ്പാരത്തിന് തുടക്കം. പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ളവ കനാൽ പരിസരത്ത് നിറയുകയാണ്. ഇതിനു പുറമെ കനാലിനകത്ത് മാലിന്യം നിറഞ്ഞ വെള്ളവുമുണ്ട്. യാത്രക്കാർക്കിത് ശല്യവും പ്രയാസവുമായി. അടിപ്പരണ്ട അയലൂർ ഭാഗത്തു നിന്നും വരുന്ന ചെറുവാഹനങ്ങൾ ഇതുവഴിയാണ് വരുന്നത്. മൂക്ക് പൊത്തി വേണം യാത്രക്കാർക്ക് കടന്നുപോകാൻ. പല ഭാഗത്തു നിന്നും വരുന്ന മലിനജലത്താൽ കനാലും വൃത്തികേടായി തുടങ്ങി. കനാൽ വഴിയെ യാത്ര ചെയ്യാനും പ്രയാസം നേരിടുന്നുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യത്തിനു പുറമെ കോഴി മാലിന്യവും ധാരാളമായി കാണാം. ഇവയിലൂടെ പന്നിക്കൂട്ടത്തിന്റെ വരവ് കൂടിയാവുമ്പോൾ പ്രദേശം മുഴുവൻ ദുർഗന്ധത്താൽ മലീമസമാണ്. സമീപവാസികൾക്കും വീട്ടമ്മമാർക്കും മാത്രമല്ല എല്ലാവർക്കും പ്രശ്നമായിരിക്കുകയാണിത്. നടപടി ഉണ്ടാവണമെന്ന് വീട്ടമ്മമാർ പറഞ്ഞു. ഗേൾസ് സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നതും ഈ വഴിയിലൂടെയാണ്. പരിഹാരം വേണമെന്നതാണ് എല്ലാവരുടെയും ആവശ്യം. ഈ കനാൽ സൈഡിൽ മുഴുവൻ ബസ് സ്റ്റാൻഡിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും ഇഷ്ടംപോലുള്ള കോഴി വേസ്റ്റുകൾ, കോഴി മാലിന്യങ്ങൾ കൊണ്ട് തള്ളി ഇവിടെ ഇരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊതുക് ശല്യവും ഭയങ്കരമായ സ്മെല്ലും, ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ, അസുഖങ്ങൾ വിട്ടുമാറാത്ത ഒരു സംവിധാനം ഇവിടെയുണ്ട്. മെയിൻ റോഡ് ടച്ച് ചെയ്യാതെ നമുക്ക് കനാൽ വണ്ടിലൂടെ എളുപ്പം പോകുന്ന വഴിയാണിത്. അപ്പോൾ ഇതിൽ മാലിന്യങ്ങൾ തള്ളി ജനങ്ങൾക്ക് ഇതിൽ കൂടെ പോകാനും സ്കൂൾ കുട്ടികൾക്ക് പോകാനും വളരെ ബുദ്ധിമുട്ടാണ്. ഇത് മെയിൻ കനാലായതുകൊണ്ട് ഇവിടുന്ന് വെള്ളം എന്താ പറയുക അയിലമ്പാട ആ പാടശേഖരങ്ങളിലേക്ക് മുഴുവൻ പോണതാണ്. ആ പരിസരത്തുള്ളവർക്കെല്ലാം അസുഖങ്ങളുണ്ടാകുകയും പല അസുഖങ്ങൾ ഇതിൽ നിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.